മരണത്തോടെ അവസാനിക്കുന്നതല്ല, മരണത്തോടെ ആരംഭിക്കാനിരിക്കുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ ഓർമ്മപ്പെടുത്തിയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട്, ഏറ്റവും വലിയ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും തന്നെ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാണ്. എന്തുകൊണ്ട് നമ്മൾ മുസ്ലിമായി എന്ന് ചോദിച്ചാൽ, നമ്മുടെ വാപ്പയും ഉമ്മയും മുസ്ലിമായതുകൊണ്ട് നമ്മൾ മുസ്ലിമായി. എൻ്റെ മാതാവും പിതാവും നല്ലൊരു RSSകാരനായിരുന്നെങ്കിൽ ഞാനും ഒരു ഒന്നാം തരം RSSകാരനാകുമായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മൾ മുസ്ലിമായി? അത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേവലം മാതാപിതാക്കൾ മുസ്ലിമായത് കൊണ്ടാണോ നമ്മൾ മുസ്ലിമായത്? ഇപ്പോഴും നമ്മൾ അതിൽ അടിയുറച്ചു നിൽക്കുന്നത്, അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണോ സഹോദരങ്ങളെ? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്നും ആ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ ഒരു ദിവസം നശിപ്പിക്കുമെന്നും എല്ലാവരും അവരുടെ മരണത്തിനു ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും അവർ വിചാരണക്ക് വിധേയരാക്കപ്പെടുമെന്നും അവർക്ക് രക്ഷകളും ശിക്ഷകളും നൽകുമെന്നുമെല്ലാം കൃത്യമായി വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ആ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാനാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീർ അനുസരിച്ച് ഇല്ലാ ലിയുവഹിദൂനി, എന്നെ ആരാധനയിൽ അല്ലാഹുവിനെ ഏകനാക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല الذي خلق الموت والحياة الذي خلق الموت والحياة, മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സംവിധാനിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടിയാണ് എന്ന. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആരാധിക്കുന്നത് ഏതെങ്കിലും കുലദൈവത്തെയല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള സർവലോക പരിപാലകനായ സൃഷ്ടാവായ ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവനിലാണ് നമ്മൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനെ മാത്രം ആരാധിക്കണമെന്നാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ആരാധന എങ്ങനെയായിരിക്കണം, ആ സൃഷ്ടാവിനെ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1,00,000 ചില്ലാനം പ്രവാചകന്മാരെ അള്ളാഹു ഭൂമിയിൽ നിയോഗിച്ചത്. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനിയൊരു പ്രവാചകൻ ഇവിടെ അവതരിക്കാനില്ല, അല്ലെ? ലോകാവസാനത്തിന്റെ ആദ്യ ലക്ഷണം എന്നത് അവസാനത്തെ പ്രവാചകൻ ഭൂമിയിൽ അവതരിച്ചു എന്നതാണ്. അവസാനത്തെ പ്രവാചകൻ ഭൂമിയിൽ വന്നു എന്നത് ലോകാവസാനത്തിന്റെ ആദ്യത്തെ അടയാളമാണ്. അപ്പൊ അതുകൊണ്ട് ലോകം അവസാനിക്കും. ഇതിലൊന്നും സയൻസിന് പോലും തർക്കമില്ലാത്ത കാര്യമാണ്. ഈ പ്രപഞ്ചം ഒരു ദിവസം തകരുമെന്നത്. അതിനുശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, നമ്മൾ വിചാരണ ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ആ സൃഷ്ടാവിന്റെ വിധിവിലക്കുകളെ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുക എന്നതാണ്, അല്ലേ? ഈ ലോകത്ത് നമ്മൾ വഞ്ചിക്കപ്പെടുന്ന ഈ ദുനിയാവില്
ആ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ, നമുക്ക് എത്രത്തോളം അതിനോട് നീതി പുലർത്തി അതിനോട് പ്രതിബദ്ധത പുലർത്തി ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന ഒരു പരീക്ഷണം മാത്രമാണ് ഇഹലോക ജീവിതമെന്ന ജീവിതത്തിൻ്റെ ഏറ്റവും ശരിയായ കാഴ്ചപ്പാട്. അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ ആ സഹാബത്തിന് കാണിച്ചു കൊടുത്തത്. അതാണ് സഹാബികൾ ഉൾക്കൊണ്ടത്. അതാണ് അവർ താബിഈങ്ങൾക്ക് പകർന്നു നൽകിയത്. അതാണ് തലമുറകളിലൂടെ ഇസ്ലാമിക പൈതൃകമായി 1400 വർഷത്തെ ഇസ്ലാമിൻ്റെ പൈതൃകമായി നമുക്ക് കിട്ടിയത് ആ ജീവിതമാണ്. ആ പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതമാണ്, ആ മാതൃകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, ഈ പ്രതാപം, ഇസ്സത്ത്, അല്ലേ, നമ്മൾ ഇസ്ലാമില് ഇസ്സത്ത് കണ്ടെത്തണം എന്ന് പറയുമ്പോൾ, ഇസ്സത്തുള്ള മുസ്ലിം ആകണമെന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, ഇന്നത്തെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആളുകൾ പലതിനുമാണ് ഇസ്സത്ത് കാണുന്നത്. ചില ആളുകൾ പൈസ ഉണ്ടായാൽ ആണ് ഇസ്സത്ത് ഉണ്ടാകുക എന്ന് വിചാരിക്കുക. പൈസ ഉണ്ടായാൽ, സമ്പത്തുണ്ടായാൽ, സമ്പത്തുള്ളോനെ ഒരു നിലയും വിലയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും, അല്ലേ? നിങ്ങൾ ലോക ചരിത്രത്തിൽ നിങ്ങൾ ആലോചിക്കുക, ലോകം ഇവിടെ കടന്നു പോയിട്ട് എത്ര തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. നിങ്ങൾക്കറിയാവുന്ന ഒരു 10 പൈസക്കാരുടെ പേര്, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരല്ല, മരിച്ചു പോയ ഒരു 10 പൈസക്കാരുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും? നമ്മളെ നാട്ടിൽ പൈസക്കാർ എന്നാ പറയട്ടോ, അതുകൊണ്ട് പറയാം. മുതലാളിമാരെന്ന് നിങ്ങൾ മഞ്ചേരിക്കാർ പൈസക്കാർ എന്നാ പറയാം. കാരണം അന്ന് പൈസ ഉണ്ടായാൽ വലിയ മുതലാളിയാണ്. നിങ്ങൾക്കൊരു 10 മുതലാളിമാരെ പേര് ഓർത്തെടുക്കാൻ പറ്റുമോ? ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ 10 മുതലാളിമാരുടെ പേര്. അല്ല, പ്രയാസക്കാരൻ. ചിലപ്പോൾ കാറൂന്റെ പേരറിയുണ്ടാവും നിങ്ങൾക്ക്, ഖുർആൻ പറഞ്ഞുകൊണ്ട് അറിയിക്കാറ്. ഇപ്പൊ ജീവിച്ച ചിലപ്പോൾ അംബാനിയും അദാനിയും എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരെ പേര് പറയാൻ പറ്റും. പക്ഷേ കുറച്ച് മരിച്ചുപോയ കഴിഞ്ഞൊരു നൂറ്റാണ്ടിലെ ആൾക്കാരുടെ പേര് ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല. കാരണം എന്താണ്? അവർ ഓർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്, അവർ പ്രശസ്തരല്ല എന്നുള്ളതാണ്, അല്ലേ? നിങ്ങൾ വെറുതെ ഒരു 50 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിലുണ്ടായ ഏറ്റവും വലിയ മുതലാളിമാരല്ല ഇന്നത്തെ മുതലാളിമാർ. 50 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിലെ ഏറ്റവും പ്രമുഖന്മാരായ മുതലാളിമാരെ നമ്മൾ നോക്കിയാൽ മതി, അല്ലെ? ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്നവരും റോഡ് സൈഡിൽ ബിൽഡിങ്ങിലുള്ളവരൊക്കെ ആ ബിൽഡിംഗ് ഒക്കെ എപ്പോഴും പൊളിഞ്ഞാടാനായി നിൽക്കുന്നുണ്ടാവും. വേറെ കുറെ മുതലാളിമാർ പുതിയ മാളുകളുമായി വന്ന്, പുതിയ ബിസിനസ് സംരംഭങ്ങളുമായി പുതിയ മുതലാളിമാർ ജന്മം കൊണ്ടു, അല്ലേ? ഒരു 50 വർഷം കഴിയുമ്പോൾ അവർ പോവും, അവരുടെ തലമുറ അവസാനിക്കും, പുതിയ മുതലാളിമാർ വരും. അപ്പൊ അതുകൊണ്ട് പണത്തിൽ, സഹോദരങ്ങളെ, പണത്തിന് എന്തെങ്കിലും പ്രതാപമുണ്ട്, ഇസ്സത്തുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ? ഇനി പണമുള്ള ഓരോരുത്തരോട് പോയി ചോദിച്ചാൽ മതി, പൈസ ഉള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി, അവര് പ്രതാപം അന്വേഷിക്കുന്നത് പൈസയിലാവില്ല, അവര് പിന്നെന്താ അറിയോ, പ്രശസ്തിയിലായിക്കാരം. കാരണം പൈസ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രശസ്തി ഉണ്ടാകുക എന്നുള്ളതാണ്. സാധാരണ പറയലുണ്ട്, പൈസ ഉണ്ടാകുക എന്നുള്ളതല്ല, ആ പൈസ ഉണ്ട് എന്ന് 4 ആൾ അറിയാന്നുള്ളതാണ്. പൈസ ഇങ്ങനെ പെരിയുണ്ടായിട്ട് കാര്യമില്ല, 4 ആൾ അറിയണം, അപ്പൊ അതിനൊരു നിലയും വില ഉണ്ടാവും. അപ്പൊ അതിനാണ് പ്രശസ്തി എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ പൈസക്കാരിങ്ങനെ കോട്ടും സൂട്ടൊക്കെ ഇട്ടാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഓലെ അവാർഡ് കൊടുക്കലും അവാർഡ് വാങ്ങലും അനുമോദിക്കലും പിന്നെ ഓലെ പൊന്നാട അണിയിക്കലൊക്കെ എന്താണ്? ഈ പ്രശസ്തിക്കും വേണ്ടിയാണ്. അതൊരു സ്റ്റേജാണ്. അത് കുറച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തോന്നുന്നത് എന്താ അറിയോ, പിന്നെ അധികാരം വേണം തോന്നും, പവർ വേണം തോന്നും. അതിനാണ് വലിയ വലിയ മുതലാളിമാർ അവസാനം MP ഒക്കെ ആണ്. അപ്പൊ പവർ ഉണ്ട് എന്നാണ് ഒരു വിചാരിക്കുന്നത്, അല്ലേ? ചില സിനിമാ നടന്മാരെല്ലാം പ്രശസ്തിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങും. എന്തിനാണ്? അധികാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ഇതിങ്ങനെ പരത്തി പറയേണ്ട ആവശ്യമില്ല, അല്ലേ? പണം, പ്രശസ്തി, അധികാരം, ഇതിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലൊക്കെയാണ് ഇസ്സത്ത് ആളുകൾ കാണുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെ? സൂറത്തു മുനാഫിഖൂനില് 8ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്കുണ്ട്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ആർക്കാണ് ഇസ്സത്തുള്ളത്? അല്ലാഹുവിനും അവന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് ഇസ്സത്തുള്ളത്. അത് ആരാണ് പറയുന്ന സഹോദരങ്ങൾ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതാരെങ്കിലും കവിതയിൽ എഴുതിയതല്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച, അതിലെ കോടാനകോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാസൃഷ്ടികർത്താവായ ഖാലിഖായ മുദബ്ബിറായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് പ്രതാപമുള്ളത്, ഇസ്സത്തുള്ളത് എന്ന് പറയുമ്പോൾ അത് എപ്പോഴാ പറയണ ആയത്ത്? നമ്മൾ ഖുർആനെ ഓരോ ആയത്തും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആൻ തൗറാത്ത് ഇറങ്ങിയ പോലെ ആകാശത്ത് നേടായിട്ട് ഇറങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമാണ് ഓരോ സൂറത്തും ഓരോ ആയത്തും ഇറങ്ങുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നു. എപ്പോഴാണ് മദീനയിലേക്ക് വരുന്നത്? മക്കയിൽ ദിക്കക്കള്ളില്ലാതായപ്പോഴാണ് മദീനയിലേക്ക് വരുന്നത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ, നല്ല ഒരു താമസ സ്ഥലം, വെള്ളമുള്ള സ്ഥലം, അല്ലേ? നല്ല വെള്ളമുണ്ട്, കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകാൻ സൗകര്യമുണ്ട്, നല്ല കുട്ടികളെ സ്കൂൾക്കാക്കാൻ അങ്ങാടിക്ക് മാറിയതല്ല, വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റിയതല്ല. ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കുള്ള കേവലം മാറി താമസിക്കലല്ല ഹിജ്റ എന്നത്. ഹിജ്റ എന്നത് എന്താണ്? ഹിജ്റ എന്നത് അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഏറ്റവും വലിയ സത്യം അത് വിളിച്ചു പറഞ്ഞപ്പോൾ, അത് പ്രഖ്യാപിച്ചപ്പോൾ, അത് പ്രബോധനം ചെയ്തപ്പോൾ, അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായപ്പോൾ കൂടെയുള്ളവർ, അയൽവാസികൾ, നാട്ടുകാർ അവര് പീഡിപ്പിക്കുകയും അവര് പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാ തരത്തിലും അവര് പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, ഒരു രക്ഷയുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവിടെ നിന്ന് നാട് മാറിപ്പോകുന്ന ആ ഒരു യാത്രക്കാണ് ഹിജ്റ എന്ന് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരികയാണ്. മക്കയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മക്കയിൽ മുനാഫിക്കീങ്ങളില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് സൂറത്തുൽ മുനാഫിഖൂന്റെ 8ാമത്തെ ആയത്താണ്. മുനാഫിഖൂൻ എന്ന് പറഞ്ഞ സത്യവിശ്വാസികൾ ആരാണ്? സത്യവിശ്വാസികളും സത്യനിഷേധികളും മാത്രമാണ് മക്കയിൽ ഉണ്ടായിരുന്നത്. അഥവാ മുസ്ലിങ്ങളും മുഅ്മിനുകളും അല്ലെങ്കിൽ മുശ്രിക്കുകളും ആണ്, ഈ രണ്ട് കൂട്ടരാണ് എന്ത് ഉണ്ടായിരുന്നത്? മക്കയിൽ ഉണ്ടായിരുന്നത്. നാലാമത് രണ്ട് കക്ഷികൾ മദീനയിൽ കാണാൻ പറ്റും. ആരാണത്? ഒന്ന് മുഅ്മിനീങ്ങൾ, രണ്ട് മുശ്രിക്കീങ്ങൾ, മൂന്നാമത്തത് മുനാഫിക്കീങ്ങൾ, 4 അഹ്ലു കിതാബ് യഹൂദന്മാര്. ഈ 4 ഗ്രൂപ്പാണ് മദീനയിലുള്ളത്. അപ്പൊ ഈ മുനാഫിക്ക് മദീനയിലാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്? മുനാഫിക്ക് എന്ന് പറഞ്ഞ ടീം മക്കയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് വെച്ചാൽ, അവിടെ ഒരാൾ മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ മക്കത്ത് ഒരാൾ ഇസ്ലാം പ്രഖ്യാപിച്ചാൽ അവനെ കാത്തു നിൽക്കുന്നത് പീഡനങ്ങൾ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ കിട്ടാൻ പോണത് എന്താണ്? കിട്ടാൻ പോണത് പരിഹാസമാണ്, പീഡനമാണ്. അവിടെ ആരും ആദരിക്കാൻ പോണില്ല, അവിടെ ആരും സമ്മാനം തരാൻ പോണില്ല, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സൗകര്യം അവിടെ വർദ്ധിക്കാൻ പോണില്ല. പക്ഷെ കൊടിയ പീഡനങ്ങളും പരിഹാസങ്ങളും ആണ് ഒരാളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്രയും ഈമാൻ ഉണ്ടാവും, അത്രയും വിശ്വാസം ഉണ്ടാവും. എന്നാൽ മദീനയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ മുസ്ലിങ്ങൾക്ക് ഒരു മേൽക്കോയ്മയുണ്ട്, അല്ലേ? അപ്പൊ അവിടെ എന്താണ്? അവിടെ വിശ്വാസമില്ലാത്ത ആളുകളും അവിടെ ജീവിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി, ഹൃദയത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളും ജീവിത സൗകര്യത്തിനും എളുപ്പത്തിനും വേണ്ടി മുസ്ലിമാണെന്ന് പുറത്തു പറഞ്ഞ് ഉള്ളിൽ ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും എല്ലാം വെച്ച് പുലർത്തുന്ന മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് മുനാഫിക്കീങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അതാണ് മദീനയിൽ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സബ്ബഹ യുസബ്ബിഹു എന്ന് പറഞ്ഞ മുസബ്ബിഹാത്തുകളായ സൂറത്തുകളുണ്ട് ഖുർആനിൽ. മുസബ്ബിഹാത്തുകൾ ഏതാ? മുസബ്ബിഹാത്തുകൾ എന്ന് പറഞ്ഞാല് സബ്ബഹ, യുസബ്ബിഹു എന്നിവ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾക്കാണ് മുസബ്ബിഹാത്തുകൾ എന്ന് പറയാം. ഈ സൂറത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും, മുസബ്ബിഹാത്തുകളായ സൂറത്തുകൾ ഇറങ്ങാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ഈ മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ മദീനയിൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങിയപ്പം യഖീനില്ലാത്ത, ഒരു ഉറപ്പില്ലാത്ത കുറെ മുസ്ലിങ്ങൾ ഉണ്ടായി, ഈമാൻ ഉറക്കാത്ത. ആ ആളുകളുടെ ഈമാൻ ഉറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സൂറത്താണ് സബ്ബഹ യുസബ്ബിഹു കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ, അല്ലേ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു സൂറത്താണ് മുസബ്ബിഹാത്ത്. അല്ലെങ്കിലും അതിനോട് ചേർന്ന് വരുന്ന ഒരു സൂറത്താണ്
നമുക്കറിയാം സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി കഴിഞ്ഞ സൂറത്തു സഫിന്റെയും യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തിന്റെ സൂറത്തു ജുമുഅന്റെയും ശേഷം വരുന്ന സൂറത്താണ് സൂറത്തുൽ മുനാഫിഖൂൻ. ആ മുനാഫിഖ് സൂറത്തിന്റെ 8ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചതാണ് ലോകാവസാനം വേളയുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു ഓർമ്മിപ്പിക്കാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് ആർക്കാണ്? അത് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ്. അപ്പൊ ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങണ വെച്ചാൽ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ എന്ന മുനാഫിക്കുകളുടെ നേതാവായ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞത് മദീനത്ത് ഇങ്ങോട്ട് എത്തട്ടെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ മദീനയിൽ പ്രതാപമുള്ള ഞങ്ങൾ നിന്ദ്യരായ മുസ്ലിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുക തന്നെ ചെയ്യും, അല്ലേ, പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് ആര് പ്രഖ്യാപിക്കാണ്? അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ പ്രഖ്യാപിച്ചപ്പം അദ്ദേഹത്തിന്റെ പ്രസ്താവനക്ക് 7 ആകാശത്തിന്റെ മുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടിയാണെന്ത് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനും. കാരണം ഇസ്സത്ത് മുനാഫിക്കീങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് ഇസ്സത്ത്. ഇസ്സത്തുള്ള ഞങ്ങള് നിന്ദ്യരായ നിങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞപ്പം ഇസ്സത്ത് സത്യവിശ്വാസികൾക്കും പ്രവാചകനും അല്ലാഹുവിനുമാണ് എന്ന് അല്ലാഹു 7 ആകാശത്തിന്റെ മുകളിൽ അർശിൽ നിന്ന് ഉത്തരം കൊടുക്കുകയാണ് ഖുർആനിന്റെ ആയത്തിലൂടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതേപോലെ സൂറത്ത് ആലി ഇമ്രാനിൽ കാണാം തുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. ഇസ്സത്ത്, ഒരാളെ ഇസ്സത്ത് നൽകുന്നത് അത് അല്ലാഹുവാണ്, അല്ലേ. ഒരാളെ നിന്ദ്യനാക്കുന്നത് അതൊക്കെ അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു ഇസ്സത്ത് നൽകും. അല്ലാഹു ഉദ്ദേശിച്ച ആളുകളെ അല്ലാഹു നിന്ദ്യരാക്കും. അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു ആദരിക്കും എന്നൊക്കെ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പ്രതാപമായി കാണുന്നുണ്ടോ, ഹോണറായി കാണുന്നുണ്ടോ, അത് പണമാകട്ടെ, പ്രശസ്തിയാകട്ടെ, അധികാരമാകട്ടെ, ഇതുകൊണ്ടൊന്നും എന്ത് ചെയ്യില്ല, ഇതുകൊണ്ടൊന്നും ഒരാൾക്ക് ഇസ്സത്ത് ലഭിക്കാൻ പോകുന്നില്ല, അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബിലാൽ റളിയല്ലാഹു അൻഹു. ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? ആരും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടാത്ത, നിങ്ങൾ ആലോചിച്ച് ഒരടിമയുടെ മകനായ ഒരടിമ മക്കയിലേക്ക് എത്യോപ്യയിൽ നിന്ന് വന്ന ഒരടിമയായ മനുഷ്യൻ, അല്ലേ. അവിടെ അടിമ ജോലി ചെയ്തിരുന്ന ഒരടിമയായ കറുത്തിരണ്ട വിരൂപിയായ ബിലാൽ. ആ ബിലാലിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പം ചോദിക്കാണ്, യാ ബിലാൽ ബിമ സബഖ്തനി ഇലൽ ജന്ന, സ്വർഗത്തിൽ ബിലാലെ, സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർഗത്തിലേക്ക് ആദ്യം ആരാണ് കയറുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ കയറുമ്പം അവിടെ ബിലാലിന്റെ കാലൊച്ച കേട്ടു എന്നാണ്. ബിലാലിന്റെ കാലൊച്ച നബി കയറുന്നതിന് മുമ്പേ ബിലാൽ സ്വർഗത്തിലെത്തി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ ബിലാലിന്റെ കാലൊച്ച കേട്ടു എന്ന് പറഞ്ഞപ്പം എന്താണ് ബിലാലെ, എന്നെക്കാൾ മുമ്പ് നീ സ്വർഗത്തിൽ കടക്കാൻ കാരണം എന്താണ് എന്ന് ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കി, ഒരടിമയായ, ലോകത്ത് ഓർമ്മിപ്പിക്കപ്പെടാത്ത, അല്ലെ, ഒരാളും ഓർമ്മിക്കാത്ത ഒരു അടിമയായ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന തരത്തിലേക്ക് അയാൾക്ക് ഉയരാൻ സാധിച്ചത്, അയാൾ സഹോദരങ്ങളെ, അയാൾ ഒരടിമയായിട്ട് പോലും, ഒരടിമയായ മകനായിട്ട് പോലും, കറുത്തവനായിട്ട് പോലും, വിരൂപിയായിട്ട് പോലും, ഒരു തരത്തിലുള്ള പണവും പ്രസക്തിയും അധികാരവും ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും പ്രവാചകനേക്കാൾ മുമ്പ് സ്വർഗത്തിലെത്താൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അത് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം കൊണ്ടാണ്. എന്താണ് പറഞ്ഞ മറുപടി? നബിയെ, ഞാൻ എപ്പോഴും ഒളുവുള്ളവനായിരിക്കുമെന്നാണ്. ഒളു മുറിഞ്ഞ അപ്പ പോയിട്ട് ഒളു എടുക്കുമെന്നാണ്. പക്ഷേ ആ ഒളുവിനൊരു പ്രത്യേകത ഉണ്ട്. ആ ഒളു എപ്പെടുത്താലും ഓരോ ഒളുവിനും ഞാൻ 2 റക്അത്ത് നമസ്കരിക്കുമെന്നാണ്, അല്ലേ. ഒളു മുറിയാതെ കൊണ്ടെടുക്കുക, മുറിഞ്ഞ അപ്പ ഒളു പുതുക്കുക, ആ ഓരോ ഒളുവിനും 2 റക്അത്ത് നമസ്കരിക്കുക. അതുകൊണ്ടാണ് ബിലാൽ നബീന്റെ മുമ്പേ സ്വർഗത്തിലെത്തി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ബിലാൽ സ്വർഗത്തിലെത്തിയെങ്കിൽ ആരാണ്? സൽമാനുൽ ഫാരിസി, അല്ലേ. സൽമാനുൽ ഫാരിസി ആരാണ് സഹോദരങ്ങളെ? പേർഷ്യയിലെ മജൂസിയായിരുന്ന സൽമാനുൽ ഫാരിസി, അഗ്നി ആരാധകനായി ജനിച്ച് അഗ്നി ആരാധനയിൽ ജീവിച്ച ആ മനുഷ്യൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അഗ്നി ആരാധന മടുത്തിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ കൂടെ കൂടുകയാണ്, ഒരു പള്ളിയിലച്ഛന്റെ കൂടെ ജീവിക്കാണ്. എന്നിട്ട് ആ ക്രിസ്ത്യൻ പാതിരിനോട് ചോദിക്കുന്നുണ്ട്,
അപ്പൊ ആ ക്രിസ്ത്യൻ പാതിരി ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയൊക്കെ കണ്ടിട്ട് ക്രിസ്ത്യൻ പാതിരി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, സൽമാനെ, നീ അന്വേഷിക്കുന്ന സത്യം അത് ഇനി അറേബ്യയിൽ ഈത്തപ്പന കായ്ക്കുന്ന നാട്ടില് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നാണ്. ആ പ്രവാചകനെ നീ സ്വീകരിക്കണമെന്ന് സൽമാനുൽ ഫാരിസിനോട് ഈ ക്രിസ്ത്യൻ പാതിരി പറഞ്ഞെടുക്കാണ്. 3 അടയാളങ്ങളും അദ്ദേഹം പറഞ്ഞെടുക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹം സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, അദ്ദേഹം ഹദിയയിൽ നിന്ന് ഭക്ഷിക്കും, അദ്ദേഹത്തിന്റെ മുതുകത്ത് പ്രവാചകത്വത്തിന്റെ മുദ്രയുണ്ടാകും എന്ന 3 അടയാളങ്ങൾ ആ ക്രിസ്ത്യൻ പാതിരി ആ പേർഷ്യക്കാരനായ മജൂസിയായ സൽമാന് പറഞ്ഞെടുക്കാണ്. അങ്ങനെ ഒരു പ്രവാചകൻ മദീനയിൽ വന്നു എന്ന വിവരം കേൾക്കുമ്പം കുറച്ച് ഈത്തപ്പഴവുമായിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ ദിവസം വരുമ്പം നബിനെ കാണുമ്പം ആ ഈത്തപ്പഴം കൊടുക്കും. ഇത് സ്വതക്കയാണ് നബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാവർക്കും വിതരണം ചെയ്തു. സൽമാൻ അങ്ങനെ നോക്കിക്കാണ്, എന്താണ് ആ ഈത്തപ്പഴം കൊണ്ട് നബി കാട്ടണെന്ന് നോക്കിക്കാണ്. എല്ലാവർക്കും കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് തിന്നില്ല. 2ാമത്തെ ദിവസം വീണ്ടും സൽമാൻ വന്നു, കുറച്ച് ഈത്തപ്പഴവുമായിട്ട് വരികയാണ്. അന്ന് നബിക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു, നബി ഇതിന്റെ സമ്മാനമാണ്, ഹദിയയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് ഭക്ഷിച്ചു. എന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. അത് ചെയ്ത ഉടനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കളുടെ മുതുകെനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആ മുതുക് കണ്ടു, അവിടെ പ്രവാചക മുദ്ര കണ്ടു. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പേർഷ്യയിൽ ജനിച്ച് മജൂസിയായി ജീവിച്ചൊരു മനുഷ്യൻ കുറച്ചു കാലം ഒരു പള്ളിയിലച്ചന്റെ കൂടെ ക്രിസ്ത്യാനിയായി ജീവിച്ച് അവിടുന്ന് ആ ക്രിസ്ത്യൻ പാതിരി ഒരു പ്രവാചകന്റെ വരാനിരിക്കുന്ന പ്രവാചകന്റെ അടയാളം പറഞ്ഞു കൊടുത്ത് ആ പ്രവാചകനെ കാണാൻ വേണ്ടി മദീനയിൽ വന്ന് ജീവിക്കുന്ന ഒരു പേർഷ്യക്കാരനായ മനുഷ്യൻ. ആ മനുഷ്യനെയാണ് സഹോദരങ്ങളെ, അദ്ദേഹമാണ് ഖന്തക്ക് യുദ്ധത്തിന്റെ തന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖന്തക്ക് യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ അവിടെ കിടങ്ങ് കയറി, മദീന എന്ന് പറഞ്ഞ 3 ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട മദീനയെ, ആ മദീനയിലേക്കുള്ള ഒരൊറ്റ ആക്സസേ ഉള്ളൂ, ബാക്കിയൊക്കെ മല കയറി ചാടി വരണം മദീനയിലേക്ക്. മലല്ലാതെ സമതലത്തിലൂടെ ഒരൊറ്റ സ്ഥലത്തിലൂടെ മദീനയിലേക്ക് വരാൻ പറ്റുള്ളൂ. ബാക്കി 3 ഭാഗവും മലകളാണ്. അതുകൊണ്ട് ആ വരാനുള്ള ഭാഗത്ത് വലിയ കിടങ്ങ് കീഴിയാൽ നമുക്ക് ശത്രുക്കളെ ഡിഫെൻഡ് ചെയ്യാമെന്ന യുദ്ധതന്ത്രം പറഞ്ഞു കൊടുത്തത് ആരാണ്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് ആ സൽമാനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. ഇബ്നു ഹിബ്ബാൻ സഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സൽമാനും മിൻ അഹ്ലിൽ ബൈത്ത്, സൽമാൻ നബി കുടുംബത്തിൽപ്പെട്ടവനാണ്. പേർഷ്യയിൽ ജനിച്ച് മജൂസിയായി ജീവിച്ച് മദീനയിലെത്തി പ്രവാചകനെ കണ്ട് മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് അഹ്ലുൽ ബൈത്ത്പ്പെട്ടവനാണ് സൽമാൻ എന്ന് പ്രഖ്യാപിക്കാൻ സഹോദരങ്ങളെ, എന്ത് പണമാണ്, എന്ത് പ്രശസ്തിയാണ്, എന്ത് അധികാരമാണ് സൽമാൻ ഉണ്ടായിരുന്നത്. ഇല്ല സഹോദരങ്ങളെ, ഇസ്സത്ത് നൽകുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവാണ്. അല്ലേ, എന്താണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ് ഉബയ്യേ, നിനക്ക് സൂറത്തുൽ ബയ്യിന ഓതി തരാൻ വേണ്ടിയിട്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്ത് അല്ലാഹ് പറഞ്ഞേക്കാണ് നബിനോട്, എന്ത് ഉബയ്യ് ഇബ്നു കഅബിന് സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹ് വഹി ഇറക്കിയേക്ക, അല്ലാഹ് നബിക്ക് വഹി കൊടുത്തേക്ക, ഉബയ്യ് ഇബ്നു കഅബിന് സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണമെന്ന്. അത് ഉബയ്യിനോട് വന്നിട്ട് നബി പറയാണ്, ഉബയ്യേ, പടച്ചോൻ പറഞ്ഞകണ് എനിക്ക് ബയ്യിന ഓതി തരാൻ. അപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് അദ്ദേഹം മതിമറക്കാണ്. കാരണം എന്താണ്? അല്ലാഹു എന്റെ പേര് പറഞ്ഞു എന്നാണ് ഉബയ്യ് ചോദിക്കുന്നത്. അല്ലാഹു ഉബയ്യ് എന്നുള്ള പേര് പറയണ്ടേ? കാരണം ഉബയ്യിന് ഓതി കൊടുക്കണമെങ്കിൽ അല്ല പറയണല്ലോ, ഉബയ്യ് എന്നുള്ള പേര് പറയണല്ലോ. അല്ല ഉബയ്യ് എന്നുള്ള എന്റെ പേര് പറഞ്ഞോ നബിയെ എന്ന് ഉബയ്യ് സന്തോഷം കൊള്ളാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരും ഓർക്കപ്പെടാൻ എന്ത് പ്രശസ്തിയും പണവും അധികാരമാണ് ഉബയ്യിന്റെ. ഒന്നുമില്ല, അദ്ദേഹത്തിന് ഖുർആനോടുള്ള താല്പര്യമാണ് അതിൽ നിന്ന് കാണിക്കുക. കാരണം അദ്ദേഹം നന്നായി ഖുർആൻ പഠിച്ചിരുന്നു, നന്നായി ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ഖുദു അൽ ഖുർആന മിൻ 4
പറയുന്ന ഹദീസ് കാണാൻ പറ്റും. നിങ്ങൾ 4 ആളുകളിൽ നിന്ന് ഖുർആൻ പഠിക്കണം. ഖുദു അൽ ഖുർആന മിൻ അർബഅ എന്ന് പറഞ്ഞ ആ 4 ആളുകളിൽപ്പെട്ട വ്യക്തിയാണ് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ഖുർആനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമാണ് അദ്ദേഹത്തിന് ആ പദവി കിട്ടാൻ കാരണം. ഇതും 2-3 ഈ ചരിത്രങ്ങളൊന്നും ഇവിടെ പറഞ്ഞാൽ നേരം വെളുക്കോളം പറയാണ്ട്. 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞുള്ളൂ സഹോദരങ്ങളെ.